everyone, welcome back to Stories of Naira. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നൈറ. അപ്പോൾ ഒരുപാട് കാലമായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 7, 2024 ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രിയായപ്പോൾ ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. എനിവേ സമയം ഇവിടെ ഇപ്പോൾ 1 മണിയായി. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ഒന്ന് ഫ്രഷായി. എനിക്ക് പനിയാണ്, അപ്പോൾ കുളിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ബോഡി വാഷ് ചെയ്തു, എന്നിട്ടിപ്പോൾ റെഡിയായി. കുറച്ച് പ്ലാനുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ നടക്കുവാണെങ്കിലോ, അപ്പം ബിരിയാണി കിട്ടിയാലോ, അപ്പം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിലാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് കാണാനെന്ന്. കാരണം അതാകുമ്പോൾ നാച്ചുറൽ ലൈറ്റിൽ കണ്ടോളും. അതാണ് സംഗതി. അപ്പം നമുക്ക് എൻ്റെ ബർത്ത്ഡേ ദിവസം എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. നിങ്ങളും കൂടെ വായോ. അപ്പോൾ മേക്കപ്പൊക്കെ നൈസായിട്ടുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ബീച്ചിൽ എനിക്ക് പറ്റുന്നില്ല കേട്ടോ ലോങ് വീഡിയോ. ഷോർട്സ് എടുത്തെടുത്ത് എനിക്കത് കംഫർട്ടബിളായി തോന്നുന്നു. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു ഇവിടെ ഒരു ബീച്ചിൽ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല. ബൈ ഗൈസ്. ഹലോ, I'm good. How are you? Good. അങ്ങനെ ഞാനിതാ എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കാറ് റെൻറ്റിന് എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ റെൻറ്റിന് എടുക്കാനായിട്ട് വന്നു. ഒരു കാർ എടുക്കാൻ പോവുകയാണ്. അവൈലബിൾ ആയിട്ടുള്ള കാർ ഇപ്പോൾ എടുത്തിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുവാണ്. ഇതാണ് എൻ്റെ ഹോൾ ഔട്ട്ഫിറ്റ്. അങ്ങനെ കാറൊക്കെ എടുത്തു. അപ്പോൾ എനിക്കിവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു അമ്മൂമ്മയുണ്ട്. എൻ്റെ അമ്മൂമ്മയെ പോലെയാണ് കാണാൻ കറക്റ്റ്. അപ്പോൾ ഞാൻ അവർക്ക് കേക്ക് കൊണ്ടുവന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പോയി അവർക്ക് കേക്ക് കൊടുത്തു. ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇനി ഞാൻ അമ്മൂമ്മയെ സർപ്രൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. Ooh, who's that? അങ്ങനെ അതാ കാറൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കേക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. ബാക്കിൽ മൊത്തം കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, എവിടെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ. കുറേ സാധനങ്ങൾ ഒരു ബീച്ചിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇതാണ് എൻ്റെ ബീച്ച് ഔട്ട്ഫിറ്റ്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മളിവിടെ ലിണ്ടൻ മോളിൽ വന്നിരിക്കുവാണ്. ബർത്ത്ഡേ ആയിട്ട് എന്തൊക്കെയോ ഫ്രീ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അതന്വേഷിച്ച് വന്നു. നമ്മളിപ്പോൾ പോർട്ടോവർ ബീച്ചിലെത്തിയിരിക്കുവാണ്. ഞാൻ അങ്ങോട്ട് പോയില്ല, വിശന്നിട്ട് വയ്യ. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത് ടിമ്മുണ്ട്. അപ്പം ടിമ്മിലോട്ടൊന്ന് പോവുകയാണ്. ടിമ്മിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നമ്മൾ എന്തെങ്കിലും നോക്കുന്നതാണ്. എൻ്റെ വൈബല്ലെന്ന് തോന്നുന്നു. നോക്കാം. പിന്നെ എന്നെ എടുക്കണം, എല്ലാം ഞാൻ എടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പോർട്ടോവർ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇവിടെ ഒരു സെറ്റപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുവാണ്. എൻജോയ് ചെയ്യട്ടെ. ഈ സന്തോഷം തോന്നുന്നു കേട്ടോ. അഗാധങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന നമ്മുടെ നായിക. അത് ഞാൻ എടുക്കാൻ നന്നായല്ലേ. നിൻ്റെ കൂടെ കൂടി ഞാൻ നമ്മുടെ ചെറിയ സെറ്റപ്പ്
നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ബീച്ചിൽ വരുമ്പോൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കരിഞ്ഞ് എനിക്കും തരണേ. എനിക്ക് കൈക്കൊന്നും വേണ്ട, ഒരു മുഖത്ത്. കുറച്ച് കഴിയുമ്പോൾ നീ അവിടെ പോയിരുന്ന് കളിക്കും, ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഞാനും വന്ന് അവിടെ കളിക്കാം. നീ നിന്റെ അടി ഇതിട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആ പാൻറ്. സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ നമ്മൾ സൺസ്ക്രീൻ പുരട്ടുകയാണ് നായിക മുടി കെട്ടടി. സ്പെസിഫിക് ആയിട്ടുള്ള ആ ഏരിയയിൽ പറ്റത്തില്ല, മുടിയൊന്നും കിട്ടുന്നില്ല. സുന്ദരിയെ വാ പുരട്ടിത്താ. I don't know what kind of obsession is that, but it's not kind of obsession. മോലാകെ ചെല്ലു. നീന്തൽ അറിയാവുന്ന നേടി അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ടോ? അങ്ങനെ ഞങ്ങളിവിടെ പോഡോറിലുള്ള ബീച്ചിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഈ ബീച്ച് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഗോവയിൽ പോയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ 2 വർഷം മുന്നേ ഗോവയിൽ ഒരു ന്യൂ ഇയറിന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട്. അത് അടിപൊളി ഒരു മെമ്മറി ആയിരുന്നു. ഇങ്ങനെ ചെറിഷ് ചെയ്യുന്ന ഡേയ്സാണ് ഗോവ മെമ്മറീസ്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടിപൊളി ഇതായിരുന്നു. ഇതൊക്കെ എൻ്റെ യൂട്യൂബാടാ. റോഷ്നി അങ്ങനെ ഞങ്ങൾ ബീച്ചിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാറിനകത്ത് നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും പോകാനായിട്ട് പോവുകയാണ്. റോഷ്നി കരി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല പനി ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും നേരം ബീച്ചിൽ കിടന്നത്. പക്ഷേ മിക്കവാറും നാളെ ഞാൻ ഡെഡാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ പോയി ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ബാക്കി കാണാം. കരിയൊക്കെ കുഴപ്പമില്ല എന്നെ കാണാൻ. ഓക്കെ, ഇത്ര കുളിച്ചിട്ട് പോലും ഐലൈനർ പോയിട്ടില്ല. അടിപൊളി ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അറിയണമെന്നുള്ള ഒരു കമൻറ്റ്. ഓക്കെ, അയ്യടാ, അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു തരത്തില്ല. കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരും. എന്നുവെച്ചാൽ എത്ര നേരമായി റോഷൻ നമ്മൾ ബീച്ചിൽ കിടക്കുന്നു? 2 മണിക്കൂറോളം ഞാൻ ബീച്ചിൽ കിടന്ന് കുളിച്ച് കളിച്ച് മൊത്തം നനഞ്ഞിട്ട് പോലും എൻ്റെ ഐലൈനർ പോയിട്ടില്ല. കമൻറ്റ് ഐഷാഡും പോയിട്ടില്ല. പക്ഷെ ഐലൈനറാണ് ഇതില് ഇത്. അത് കാനഡ കിട്ടത്തില്ല, ഇന്ത്യയിൽ കിട്ടും. അത് അറിയണമെങ്കിൽ കമൻറ്റ്. ഓക്കെ, അങ്ങനെ ഞങ്ങളതാ തിമ്മിന്ന് ഒരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇനി നമുക്ക് എവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും പോവും. ഓക്കെ, ആ ശരി എന്നാ. നില്ലേ റോഷ്നി?
ഗൈസ് നിങ്ങൾ കണ്ടോ, നല്ലൊരു അടിപൊളി മൂണ് കാണുന്നുണ്ട്. ഞാൻ കാനഡയിൽ വന്നിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മൂണിന് ഇത്രയും വലുതായിട്ട് കാണുന്നത്. അതായത് ഇപ്പോഴല്ല, ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ കാനഡയിലാണ് വലിയ മൂണിനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇന്നിവിടെ മറ്റേ എന്താണ്, ചന്ദ്രക്കലയാണോ, ഹാഫ് മൂണാണ് ആക്ച്വലി. അതെന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് അറിയാവോ? ഇത് കാണുന്നുണ്ടോ? കാണിച്ചു തരാം. ദേ എന്ത് ഭംഗി, ഭയങ്കര വലുതായിട്ട് നിൽക്കുന്നത്. ക്യാമറയിൽ കുഞ്ഞായിട്ട് തോന്നുന്നത്, പക്ഷെ വലിയതായിട്ടാ നിക്കുന്നടാ. അത്ര ഭംഗിയുണ്ട്. അയ്യോ മാഷാല്ലാ, എന്ത് ഭംഗിയെന്ന് നോക്കിയാ മോണ്. കാണിച്ചു തരാം. ഇവിടെ കുറെ മരങ്ങൾ. നമ്മളിവിടെ എവിടെയാ പോകുന്നത്? പേടിപ്പിക്കുന്ന ഒരു സ്ഥലം. ഇവിടുന്ന് ആളുകളില്ല. ഇവർക്ക് എങ്ങനെ നടന്നു പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ മരങ്ങൾ ഒക്കെ ഉണ്ടോ? മരത്തിന്റെ ഇടയിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടെന്നാണ്. ഞാൻ ഡ്രൈവിങ്ങും രണ്ടും കൂടെ നന്നായിരിക്കും കേട്ടോ. ഞങ്ങളിത് ഇവിടെ അടുത്തുള്ള സിംകോയിലുള്ള ഒരു മെക്ഡൊണാൾഡ്സിൽ വന്നു കഴിക്കാനായിട്ട്. റോഷ്നി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞു എനിക്ക് മെക്ഡൊണാൾഡ്സ് കഴിക്കണമെന്ന്. ഡേ, മെക്ഡൊണാൾഡ്സ് ഇനി കഴിക്കണ്ടേ? ഇറങ്ങിയപ്പോ തൊട്ട് വിളിയായിരുന്നു എനിക്ക് മെക്ഡൊണാൾഡ്സ് വേണം എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അവള് കാറിന്ന് ഇറങ്ങുന്നില്ല. ഐലൈനർ കമന്റ്. എനിക്ക് പിന്നെയും ഇങ്ങനെ മൂക്കൊക്കെ നല്ല അടഞ്ഞിരിപ്പുണ്ട്. ഇനി വീട്ടിൽ പോയാലോ എന്നൊക്കെ ആലോചിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2 ബീഫ് ബർഗർ ഓർഡർ ചെയ്തു. റോഷ്നി ഡബിൾ പാറ്റി, ഞാൻ സിംഗിൾ പാറ്റിയാണ് പറഞ്ഞത്. ഇവിടെ 2 മലയാളി പിള്ളേരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങ് മറ്റേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറയേണ്ടി വന്നില്ല. അവരോട് ഡയറക്റ്റായിട്ട് കാര്യം ചോദിച്ചു, അവരൊന്ന് കിട്ടി. അപ്പം നമ്മളിവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഫുഡ് വന്നിട്ട് കാണാം. ചിയേഴ്സ്. ടേസ്റ്റ് മനസ്സിലാവുന്നില്ല, അറിയുന്നില്ല. അങ്ങനെ മെഗ്ഡി കഴിച്ചിട്ടതേ ഇറങ്ങി. ഞാൻ കഴിച്ചു. റോഷ്നിക്കാണ് കൊതിയായിരുന്നത്. മറ്റേ മെഗ്ഡി എന്ന് പറഞ്ഞിട്ട് മറ്റേ മനുഷ്യനെ ഒരു സ്വസ്ഥത തരാതെ വിളിച്ചുകൊണ്ടിരുന്ന അവള്. ആദ്യമേ ഞാൻ പറഞ്ഞു ഐസ്ക്രീം മേടിക്കരുത് എന്ന് പറഞ്ഞിട്ട്, നീ ബർഗർ കഴിച്ചിട്ട് നീ ഐസ്ക്രീം മേടിക്കുന്നു പറഞ്ഞിട്ട് കേട്ടില്ല. ഇല്ല, എനിക്കിപ്പോൾ തന്നെ ഐസ്ക്രീം വേണം എന്നും പറഞ്ഞ് ചേച്ചി ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം ആണെങ്കിൽ എൻ്റെ പൊന്ന് ഒരു മറ്റേ മൂക്കുന്നി മലേൻ്റെ അത്ര ഉള്ള ഒരു ഐസ്ക്രീം. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റോഷ്നിൻ്റെ എന്താ പറയാൻ വിശപ്പൊക്കെ അങ്ങ് മാറി, വയറ് ഫുള്ളായി. അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് അമ്മച്ചി ഇരിക്കുവാണ്. ഇനി എനിക്ക് പനി കൂടുന്നുണ്ട്. എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അതായത് നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇവിടെ ഒരു വേദന വരുമല്ലോ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ മൂക്കടപ്പ് നല്ലപോലെ ഉണ്ട്. പിന്നെ എന്തുവാ, അതെ, നല്ല എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഇപ്പോഴേ വീട്ടിൽ പോയാൽ മണി ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. ഒരു 11 മണിയാവുമ്പോഴത്തേക്ക് മോളെ എടുക്കാത്ത എന്ത്? നീ എടുത്തത്? അയ്യോ, ചാരി എട് അമ്മച്ചി. അപ്പോൾ ബുദ്ധിമുട്ട് നോക്കാം. അപ്പോൾ ഒരു 11 മണിയാവുമ്പോഴത്തേക്കും കണ്ടോ, ഞാൻ എൻ്റെ പ്ലാനാണ് ഈ ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവന്ന് കിടന്ന് നമുക്ക് TV കാണാന്നുള്ളതൊക്കെ. എനിവേ, TV അല്ല സിനിമ കാണാന്നൊക്കെ ഉള്ളതാണ്. എടാ, നീ ആ ഫുഡ് സൈഡിൽ താഴെ വെച്ചോ. ഈ ഫുഡ് എല്ലാം കൂടെ നിന്റെ ദേഹത്തെടുത്ത് വെച്ച്. അപ്പോൾ മണി ഇപ്പോൾ 10:30 ആയി. ഒരു 11:30 ആകുമ്പോഴത്തേക്കും വീടെത്തും. പിന്നെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങുക. നാളെ എനിക്ക് ഓഫാണ്, അതുകൊണ്ട് പിന്നെ വേറെ സീനില്ല. എന്തുവാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ശരി, ഡ്രിങ്ക് ഒന്നും കളയാണ്ടിരുന്നാൽ മതി. എന്നെ ഇവള് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വീട്ടിൽ പോകുന്നു ഉറങ്ങുന്നു, കാരണം ഈ വയ്യ. ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നാൽ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ആണ്. ഇല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും do like, share and subscribe. Share and subscribe. അപ്പോൾ ശരി, എന്നാൽ ബൈ.